നമസ്കാരം. കേരള സ്വാഗതം. INTUC കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജലഭവൻ ഉപരോധം 2025 ജൂലൈ 16 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക, സർക്കാർ പിടിച്ചുവെച്ച വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനമായ 719 കോടി തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി സെൻട്രൽ കൺട്രോൾ യൂണിറ്റിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. സർക്കാരിൽ ഇത് കൊള്ളക്കാർ. കേരള വാട്ടർ അതോറിറ്റി അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന LSJDയിൽ നിന്നും ലഭിച്ച 719 കോടി രൂപ പിണറായി സർക്കാർ കൊള്ളയടിച്ചു. വിരമിച്ച ജീവനക്കാരുടെ ടെർമിനൽ സറണ്ടർ, DCRG, കമ്മ്യൂട്ടേഷൻ, PF ക്ലോഷർ തുടങ്ങി വർഷങ്ങളായി കുടിശ്ശികയായി കിടക്കുന്ന വിരമിക്കൽ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും കൊടുത്തു തീർക്കുന്നതിനും 1/7/19 മുതലുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ലക്ഷ്യമിട്ട തുകയാണ് സാമ്പത്തിക വർഷാവസാനം സർക്കാർ എടുത്തുകൊണ്ടുപോയത്. കേരള വാട്ടർ അതോറിറ്റിക്ക് നിയമപ്രകാരം അനുവദിക്കേണ്ട ഗ്രാന്റ് അനുവദിക്കാതിരിക്കുന്നതും ഉള്ളത് തന്നെ വെട്ടിക്കുറയ്ക്കുന്നതും പതിവാക്കിയ സർക്കാർ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഈ നെറുകെട്ട നടപടിക്കെതിരെയും തട്ടിക്കൊണ്ടുപോയ ഫണ്ട് തിരികെ തരാത്തതിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് ഒരു സൈഡിൽ സമരം ചെയ്യുന്നത്. സംബന്ധിച്ചിട്ട് അതിന്റെ വരവും ചെലവിലുള്ള അന്തരം വളരെ വ്യത്യസ്തം, വളരെ ഭീമമാണ്. കാരണം വെച്ചാൽ നമുക്ക് ചെലവ് വരുന്ന അത്രയും തുകക്ക് എത്രയോ സൗജന്യ നിരക്കിലാണ് നമ്മൾ ജലവിതരണം നടത്തുന്നത്. കാരണം ജലവിതരണം എന്ന് പറയുന്നത് ജലം എന്ന് പറയുന്നത്, കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കല്ല. അതുകൊണ്ട് തന്നെ 100% സർക്കാരിന്റെ ഗ്രാന്റ് ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള വാട്ടർ അതോറിറ്റി. കാരണം സാധാരണ ബഡ്ജറ്റിൽ ഗ്രാന്റ് അനുവദിക്കുന്നു. അത് തുല്യ 10 മാസങ്ങളായി നമ്മൾ കൃത്യമായി അനുവദിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അവസാനത്തെ 2 മാസം നോൺ പ്ലാൻ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി അധിക തുക നമുക്ക് വകയിരുത്തുന്ന ചില നീക്കുപോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വാട്ടർ അതോറിറ്റിക്ക് ബഡ്ജറ്റ് വീതം പോലും കൃത്യമായി തരാതെ വാട്ടർ അതോറിറ്റിയെ ഞെക്കിക്കൊല്ലാനുള്ള നിലപാടുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം 100% ഗ്രാന്റ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന വാട്ടർ അതോറിറ്റിക്ക് ഗ്രാന്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ സുഗമമായ നടത്തിപ്പ് അവിടെ അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം സർക്കാരിന് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ. കാരണം ഒരു ജീവനക്കാരൻ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ചാൽ അവന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം ഈ സ്ഥാപനത്തിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ. DCRG ഒക്കെ കൊടുത്തിട്ട് ഇത് 5 വർഷത്തോളമായി. എന്തിനധികം പറയുന്നു, തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും സ്വരൂപിച്ചു കൂട്ടി വെക്കുന്ന നമ്മുടെ PF ആനുകൂല്യത്തിന് പോലും ഏകദേശം 2 വർഷത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് വാട്ടർ അതോറിറ്റിയിലുള്ളത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പിലെ നമ്മുടെ പോലീസ് സേനയിലെ സുഹൃത്തുക്കൾ അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ടാവും. PF ഇത്രയും കാലം. കാരണം അവരൊക്കെ PF അപേക്ഷ കൊടുത്താൽ തൊട്ടടുത്ത ദിവസം അവരുടെ അക്കൗണ്ടിലേക്ക് PF ക്രെഡിറ്റ് ആവും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ NRA കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം 9 മാസമാണ് വൈകി ഓടുന്നത്. ഏകദേശം വൈകി ഓടിക്കൊണ്ടിരിക്കുക. നമ്മളൊരു PF ഒരാള് ഒരു NRAക്ക് കൊടുക്കുന്നത് ഇപ്പൊ ടെമ്പററി അഡ്വാൻസ് നമ്മുടെ നിരന്തര പ്രക്ഷോഭത്തിന്റെ ഫലമായി ടെമ്പററി അഡ്വാൻസ് ഏകദേശം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. കാരണം ടെമ്പററി അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു തുക ഉണ്ടാവില്ല. അതേസമയത്ത് NRA എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്തൊരു തുകയാണ് ഓരോ ആളുകളും NRAക്ക് കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് NRAക്ക് അത്രയും തുക വരുന്നത്? NRA എന്ന് പറയുന്നത് സ്വാഭാവികമായും ജീവനക്കാരൻ അവന്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രമാണ് NRA എടുക്കുന്നത് നമ്മുടെ PF-ൽ നിന്ന്. കാരണം PF എന്ന് പറയുന്നത് തന്നെ ഒരു ജീവനക്കാരൻ മുണ്ട് മുറുക്കി കൊടുത്ത് അവന്റെ ഏറ്റവും മികച്ച സമ്പാദ്യം എന്നുള്ള രീതിയിലാണ് PF-നെ നോക്കി കാണുന്നത്. നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടായത് കൊണ്ടല്ല. ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ ജനങ്ങൾ പറയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഞാനൊക്കെ പലപ്പോഴും തിരുത്തി പറയാറുണ്ട്, സുഹൃത്തെ ഞങ്ങളൊക്കെ ജീവനക്കാരാണ്. ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങൾ വേറെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴത്തെ സാധാരണ ജീവനക്കാരൻ തന്നെ മുണ്ട് മുറുക്കിയെടുത്ത് ചെലവ് ചുരുക്കി ഇഷ്ടംപോലെ പൈസകൾ കൊണ്ടല്ല. കാരണം അവനറിയാം അവൻ വാങ്ങിക്കുന്ന ശമ്പളം അവന്റെ ആ സർവീസ് കാലയളവിൽ ശമ്പളം കൊണ്ട് അവൻ ജീവിച്ചു തീർക്കും. മിച്ചം കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ PF-ലൊക്കെ ഇടുന്ന ഈ പൈസ മാത്രമാണ് അവസാനം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ ജീവനക്കാരന് കയ്യിലുണ്ടാവുക.
ആ പൈസ തന്നെ വളരെ അത്യാവശ്യത്തിന് ഒന്നുകിൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്, അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതുമല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെയാണ് സാധാരണയായി NRA കൊടുക്കുക. അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ക്ലോഷറിന് അവരൊക്കെ ഈ പൈസ ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു പെൻഷൻകാരന് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ അതേപോലെ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി FD ഇടുന്ന കാര്യം ഇടുന്നുണ്ടെന്ന് വെച്ചാൽ വളരെ വിരളമാണ്. കാരണം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഈ പൈസക്ക് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ വർഷങ്ങളോളം ഇങ്ങനെ നോക്കി കാത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ 719 കോടി രൂപ എന്ന് പറയുന്നത്. എത്രയോ വർഷങ്ങളായി നമ്മുടെ പബ്ലിക് ടാപ്പിംഗ് ഇനത്തിൽ നമുക്ക് സർക്കാരിൽ നിന്നും പൈസ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും പൈസ അനുവദിക്കാറുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏകദേശം 1150 കോടിയുടെ ഗ്രാന്റ് ഗവൺമെന്റ് ഓഫ് കേരളക്ക് കിട്ടുകയും അതിന്റെ അകത്ത് ആ കിട്ടുന്ന പൈസയിൽ നിന്ന് ഏകദേശം 900 കോടിയോളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ നമ്മുടെ സംഘടനയുടെ കൂടെ ശക്തമായ ശ്രമഫലമായാണ് ആ പൈസ നമുക്ക്, അതായത് പബ്ലിക് ടാപ്പിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന കുടിശ്ശിക ഇനത്തിലുള്ള പിന്നെ അതിന്റെ നമ്മുടെ റവന്യൂ വരുമാനം എന്നുള്ള നിലയിൽ വാട്ടർ അതോറിറ്റിക്ക് നൽകണം എന്നൊരു നിബന്ധന ഞങ്ങൾ വെച്ചത്. അതിന്റെ അകത്ത് പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുള്ള പൈസ ഒഴികെ നമ്മുടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള പൈസ മാത്രമാണ് ഈ തുക. സ്വാഭാവികമായിട്ടും അതിന് ഉടക്ക് വന്നു, ക്യാബിനറ്റിൽ ഉടക്ക് വന്നു. അവര് പറഞ്ഞു പബ്ലിക് ടാപ്പിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്, നമ്മുടെ വാട്ടർ അതോറിറ്റി പറയുന്ന അത്രയും എണ്ണ ഇല്ല, 90,000 മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്യൂട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജിയോ ടാഗ് ചെയ്യാൻ നിർബന്ധമായി. അപ്പൊ ഇവര് ജിയോ ടാഗ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം പറഞ്ഞ വാട്ടർ അതോറിറ്റി ജീവനക്കാർ മാസങ്ങളോളം ഈ ജിയോ ടാഗ് കൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായി. എന്നാൽ ഉണർന്ന് പ്രവർത്തിച്ചു. ജീവനക്കാർ ആർക്കറിയാം, കാരണം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ പൈസ ഞങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഒരുപക്ഷെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് അപകടത്തിലാവും എന്ന് കണ്ടതുകൊണ്ട് നമ്മുടെ ജീവനക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് ഏതാനും ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ പബ്ലിക് ടാപ്പുകളും ജിയോ ടാഗ് ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്ക് പൈസ തരാൻ ഒരു നിർബന്ധിതമായി. അങ്ങനെയാണ് 719 കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ ട്രഷറി അക്കൗണ്ടിലേക്ക് സർക്കാർ നിക്ഷേപിക്കുന്നത്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ പൈസ വിഡ്രോ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പൈസ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിച്ച സമയത്ത് ഫിനാൻസിന് കിട്ടിയ മറുപടി എന്താ, അത് ഏതൊരു സാമ്പത്തിക വർഷ അവസാനത്തിൽ നടക്കുന്ന ബുക്ക് അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ അത് തിരിച്ചെടുക്കപ്പെട്ടതാണ്. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ തിരിച്ചു വരും. സ്വാഭാവികം, നമുക്ക് കാത്തിരിക്കാം. കാരണം ഒരാഴ്ച എന്ന് പറയുന്നത് വലിയ വർഷങ്ങളോളം കാത്തിരുന്ന നമ്മളെ സംബന്ധിച്ച് ഒരാഴ്ച എന്ന് പറയുന്നത് വലിയൊരു കാലയളവല്ല. സ്വാഭാവികം കാത്തിരുന്നു. ഒരാഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഇപ്പൊ ഇതാ നമ്മുടെ ജൂലൈ 16-ാം തീയതി എത്തിയിരിക്കുന്നു. ഇന്ന് വരെ അതിന്റെ അകത്തൊരു 10 പൈസ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനമായ ഈ 719 കോടി രൂപയിൽ നിന്ന് 10 പൈസ പോലും വാട്ടർ അതോറിറ്റിക്ക് നൽകാനുള്ള യാതൊരു നീക്കവും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. നിരന്തര സമരത്തിൽ 719 കോടി രൂപ ലഭിക്കണം എന്നുള്ള ഇന്ന് മുദ്രാവാക്യം, പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ നിരന്തരമായ സമരമുഖത്തായിരുന്നു. ഏറ്റവും അവസാനം യാതൊരു നിർത്തികേടുമില്ല, ഇതൊരു കടുത്ത സമരത്തിലേക്ക് മാറിക്കേണ്ടി വരും എന്നുള്ള ഒറ്റയൊരു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു ജലഭവൻ ഉപരോധിച്ചുകൊണ്ട് നമുക്കറിയാം, ജലഭവൻ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ കടുത്ത സമരമാണ്. അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മറ്റൊരു വഴിയില്ല. കാരണം ഞങ്ങൾ ക്യാമ്പയിൻ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് പൊതുവെ കേരളത്തിൽ അങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത്, ജീവനക്കാരുടെ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്ന് പറയുന്നത്, നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണം, നിങ്ങൾ ശക്തമായ രീതിയിൽ സമരം ചെയ്ത് ആ പൈസ മേടിക്കണം, ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന് മറ്റിട്ട് സംഘടനാ ഭേദമന്യേ മുഴുവൻ ജീവനക്കാരും നമ്മളോട് പറയുന്നൊരു കാഴ്ച. ഒരുപക്ഷെ അവർക്കറിയാം, കാരണം ഇതിനെതിരെ സമരം ചെയ്യാൻ ഈ വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനത്തിൽ ഒരൊറ്റ സംഘടന മാത്രമേ ഉള്ളൂ, അത് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ മാത്രമാണ്. തുടർച്ചയായ റഫറണ്ടത്തിൽ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ഒരേ ഒരു പ്രതിപക്ഷ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ മാത്രമാണ്. അപ്പൊ നമ്മുടെ സഹപ്രവർത്തകര് നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. CC ബിൽഡിംഗിലടക്കം ഇവരെ ക്യാമ്പയിൻ വർക്കുമായി പോയ സമയത്ത് ഇവിടെയുള്ള ജീവനക്കാർ പോലും പറയുന്നത് സമരം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണം. കാരണം നിങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. കാരണം ഭരണകക്ഷി സംഘടനകൾക്ക് അവർക്ക് സമ്മർദ്ദം ചെലുത്തി പല കാര്യങ്ങളും നേടാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ പ്രതിപക്ഷമായ സമയത്താണ് പല കാര്യങ്ങളും അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇടയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് നമുക്ക് പല ഗ്രാന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ നേടിയെടുത്തത് നമ്മൾ കേവലം സമരം മാത്രം ചെയ്തത് കൊണ്ടല്ല.
കാരണം ഞങ്ങൾക്ക് സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്തി അതിന്റെ അകത്ത് പൈസ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് ആ പൈസ വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണകക്ഷി സംഘടനക്കാണ്. ഞങ്ങൾ അന്നത്തെ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ഞങ്ങൾ നിർവഹിച്ചു. എന്നാൽ ഇപ്പോഴത്തെ ഭരണകക്ഷി സംഘടനയുടെ അവസ്ഥ എന്നാ? ഭരണകക്ഷി സംഘടനയല്ല, ഭരണകക്ഷി സംഘടനകൾ. കാരണം എന്താ വെച്ചാൽ ഇന്ന് വാട്ടർ അതോറിറ്റി ഉള്ളതിൽ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും ഭരണകക്ഷി സംഘടനകളാണ്. അത് ATC ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അക്കോ ആയിക്കോട്ടെ, എല്ലാവരും ഭരണകക്ഷി അനുഭവമുള്ള സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഉടൻ തന്നെ ശമ്പളം കുത്തനെ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭീമമായ ഒന്നുമല്ല. നമ്മുടെ ഇന്നത്തെ സമരത്തിന് ആധാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ നിലനിൽപ്പ് മാത്രം. കാരണം വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുള്ളൂ. വാട്ടർ അതോറിറ്റിയെ തകർക്കാനുള്ള ചില നീക്കവുമായി നമ്മുടെ സർക്കാർ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്കറിയാം. കാരണം വാട്ടർ അതോറിറ്റിയുടെ നട്ടെല്ല് എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 കോർപ്പറേഷനുകൾ, അതായത് ഏറ്റവും പ്രധാനം നമ്മുടെ തിരുവനന്തപുരം, കൊച്ചി, എറണാകുളം, ഇതാണ് വാട്ടർ അതോറിറ്റി നട്ടെല്ല് എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് ലഭിക്കുന്ന റവന്യൂ വരുമാനത്തിന്റെ ഭൂരിഭാഗം ഈ 3 കോർപ്പറേഷന്റെ സംഭാവനയാണ്. ഈ കോർപ്പറേഷനുകളിൽ നമ്മളെ വാട്ടർ അതോറിറ്റി നടത്തി മാറ്റാനുള്ള നീക്കവുമായി ഈ സർക്കാരും ഈ മാനേജ്മെന്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ADB വായ്പയുടെ പേര് പറഞ്ഞ് വിദേശ കമ്പനിയായ ഫ്രഞ്ച് കമ്പനിയായ സ്യൂസിന് കൊച്ചിൻ കോർപ്പറേഷൻ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. അടുത്തത് കോഴിക്കോട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് കഴിഞ്ഞ് കോഴിക്കോട് പോയി കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി ഒരു പക്ഷേ ഇല്ലാണ്ടാവും. ഒരു കാലത്ത് ADB കരാറിനെതിരെ അല്ലെങ്കിൽ ADB വായ്പയ്ക്കെതിരെ ADBയുടെ പ്രതിനിധികളുടെ മേലെ കയ്യോലൊക്കെ ഒഴിച്ച് പ്രതിഷേധിച്ച ആളുകൾ ഇപ്പോൾ ADBയുടെ പ്രതിനിധികളെ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് ഇരുകൈയും നീട്ടി പൂമാലയൊക്കെ വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ സ്വീകരിച്ച് ആനയിക്കുന്ന ഒരു കാഴ്ച ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊന്ന് ADB വായ്പക്കോ അല്ലെങ്കിൽ വായ്പകൾക്കൊന്നും വാട്ടർ അതോറിറ്റി സ്റ്റാഫ് എതിരല്ല. കാരണം വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനം കേവലം ഒരു വെട്ടിക്കളിയുടെ ആ രൂപത്തിൽ വളരെ ചെറിയൊരു സംവിധാനമായിരുന്ന വാട്ടർ അതോറിറ്റിയെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഇത്രയും വിപുലീകരിച്ച സംവിധാനത്തിലേക്ക് മാറ്റാൻ ഈ വായ്പകൾക്കൊക്കെ ഒട്ടേറെ പങ്കുണ്ട്. വായ്പകളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വായ്പകളൊക്കെ സർക്കാർ ഗ്യാരണ്ടിയിൽ സർക്കാർ ഏറ്റെടുത്ത പൈസയാണ്. അതിന്റെ റീപേയ്മെന്റ് എന്ന് പറയുന്നത് മുഴുവൻ സർക്കാരിന്റെ കയ്യിലായിരുന്നു. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ADB വായ്പ 12,000 കോടി രൂപ ADB വായ്പ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിന്റെ അത് പ്രത്യേകം പറയുന്നിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ജൽജീ മിഷനിൽ ലഭിക്കുന്ന അധിക വരുമാനം ഉപയോഗിച്ചാണ് ഇതിന്റെ റീപേയ്മെന്റ്. ഏകദേശം 100% ആയില്ലെങ്കിലും ജൽജീ മിഷൻ പദ്ധതി ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം, വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനത്തിന്റെ ആകെയുള്ള ഒരു മാസത്തെ റവന്യൂ വരുമാനം കേവലം 100 കോടി രൂപ മാത്രമാണ്. ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭരണാധികാരി എന്താ പറഞ്ഞത്? കുടിവെള്ളം എന്ന് പറയുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അതിന്റെ ചാർജ് വർധനവ് നൽകാൻ തൽക്കാലം നിർവാഹമില്ല. പകരം നിങ്ങളുടെ ലാഭം നമ്മുടെ വരവും ചെലവും നമ്മൾ അന്തരം എത്രയാണ്? ഇത്ര കോടി. ആ പൈസ സർക്കാർ ഗ്രാന്റിലെത്തി തന്നാൽ മതിയല്ലോ, മതി. അങ്ങനെ വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനം നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന രീതിയിലേക്ക് വളരെ കാലം നല്ലൊരു കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു പൊതുമേഖലാ സ്ഥാപനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ഈ ഭരണമാറ്റം ഉണ്ടാകുകയും. എന്നാൽ കേരള വാട്ടർ അതോറിറ്റി എന്ന ഈ പൊതുമേഖലാ സ്ഥാപനത്തിനോട് യാതൊരു തരത്തിലുള്ള നീതിയും പുലർത്താതെ ഈ വാട്ടർ അതോറിറ്റിയെ കടക്കെണിയിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനം തന്നെ ഇല്ലാതാവുന്ന ഈ രീതിയിലേക്ക് ഈ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് നമുക്കിത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. കാരണം കേരളത്തിലെ വാട്ടർ അതോറിറ്റിയിലെ സമസ്ത വിഭാഗം ജീവനക്കാർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരേയൊരു സംഘടന എന്നുള്ള നിലയിൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പും അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പും ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരേ സംഘടന ഞങ്ങളാണെന്ന് ഈ മേഖലയിലുള്ള സമസ്ത വിഭാഗം ജീവനക്കാർ നോക്കിക്കാണും. അതുകൊണ്ട് തന്നെ അത് ഈ കാര്യം നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതാപൻ ചേട്ടൻ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അല്പം തിരക്കുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനപ്പുറമായി സ്ഥാപനത്തിനെയും ഗവൺമെന്റിനെയും ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. ഞാൻ ബിജുവിനോട് ചോദിച്ചു, സമരം നമുക്ക് പാതവക്കിലായാൽ റോഡിലായാൽ എന്ന് ചോദിച്ചു. റോഡിലായാൽ ജനങ്ങൾ കാണും, മാധ്യമങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കും. അതൊരു രാഷ്ട്രീയ സമരമായി മാറ്റിയെടുക്കാനുള്ള ശ്രമമായി വേണമെന്ന് നമുക്കതിനെ വിവക്ഷിക്കാം. പക്ഷെ അത് ആത്മാർത്ഥതയുടെ ഒരു പ്രതീകമാണ് ഈ സമരം. ഇവിടെ ജീവനക്കാരെ ഉപരോധിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്
ജീവനക്കാരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്ഥാപനം നടത്തിക്കുന്ന മാനേജ്മെന്റും ഗവൺമെന്റും എടുക്കുന്ന അലംഭാവത്തിനെതിരെ, ഭരണരാഹിത്യത്തിനെതിരായി, തെറ്റായ നിലപാടുകൾ കൈക്കൊള്ളുന്ന ഗവൺമെന്റിന്റെ സമീപനത്തിനെതിരായി നടത്തിവരുന്ന നിരന്തരമായ സമരങ്ങളുടെ ഒടുവിലാണ് നമ്മൾ ഈ ഉപരോധ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തി നടത്തിയ ഒട്ടേറെ സമരങ്ങളുടെ സ്മൃതിപഥത്തിലൂടെ കടന്നു പോവുകയാണ്. എത്രയോ സമരങ്ങൾ. എല്ലാ സമരങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സമരങ്ങളായിരുന്നു. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരങ്ങൾ ഇതര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കൂടി ബാധകമാകുന്ന, ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള സമരങ്ങളാക്കി മാറ്റിയെടുക്കാൻ വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരും മനസ്സുകൊണ്ട് ഈ സമരത്തെ, ഉപരോധത്തെ അംഗീകരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിനെതിരായി സമരം ചെയ്യാൻ കെൽപ്പില്ലാതെ പോയവർ പോലും, ഗവൺമെന്റിനെതിരായി മുഷ്ടുചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അവരെ കൊണ്ട് ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ പോയതിന്റെ നിരാശ ബാധിച്ച സഹപ്രവർത്തകർ, സഹാക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ളവർ ഈ സമരത്തിന് മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഈ സമരത്തിന്റെ വിജയം. ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യങ്ങൾ വാട്ടർ അതോറിറ്റിയെ സുസ്ഥിരമായി, സ്വതന്ത്രമായി, നഷ്ടങ്ങളില്ലാതെ നിലനിർത്തുക എന്നുള്ളതാണ്. സ്ഥാപനം നിലനിന്നാൽ മാത്രമാണ് ജീവനക്കാർക്ക് ശമ്പളവും ജനങ്ങൾക്ക് പ്രയോജനകരവുമായത് മാറുന്നത്. വാട്ടർ അതോറിറ്റിയെ സുസ്ഥിരമായി നിലനിർത്തുക, ഇതിനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നയിക്കാതിരിക്കുക, വാട്ടർ അതോറിറ്റിയുടെ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗവൺമെന്റിന്റെ നയങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. പ്രിയപ്പെട്ടവരെ, വാട്ടർ അതോറിറ്റിയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ ചെറുതല്ല എന്നതൊരു വസ്തുതയല്ലേ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവകാശങ്ങൾ ചോദിക്കാത്തത് ആരെങ്കിലും ഉണ്ടോ? എല്ലാ സംഘടനകളും അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള മുറവിളികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയല്ലേ? എവിടെയാണ് ഗവൺമെന്റ് ആ കാര്യത്തിനകത്ത് ചെവി കൊടുത്തത്? സംസ്ഥാന ജീവനക്കാരോട് ഇത്രയേറെ അകലം പാലിച്ചൊരു ഗവൺമെന്റ്, സംസ്ഥാന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിനകത്ത് ഇത്രയേറെ അലംഭാവം കാണിച്ചൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയേറെ അലംഭാവം കാണിച്ച സർക്കാർ ജീവനക്കാരെ പടിക്ക് പുറത്ത് നിർത്തിയവർ സർക്കാർ വേറെ ഉണ്ടായിട്ടുണ്ടോ? 20% DA അല്ലേ ഈ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത്? ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളമുള്ള 23,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാളിന് 20% DA കുടിശ്ശിക ഒരു മാസം എത്രായിരം രൂപയാണ് അവന് നഷ്ടമാകുന്നത്? കണക്കുകൾ അനുസരിച്ച് 60,000 കോടി രൂപ DAയും മറ്റ് ആനുകൂല്യങ്ങളും അടക്കം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഈ ഗവൺമെന്റ് കൊടുക്കണ്ടേ? 60,000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട പണം കൊള്ളയടിച്ച ഗവൺമെന്റല്ലേ ഈ ഗവൺമെന്റ്? കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് 20% DA അനന്തമായി, അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? സർക്കാർ ജീവനക്കാരുടെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എവിടെ? ലീവ് സറണ്ടർ എവിടെ? അവർക്ക് വർഷം തോറും കൊടുക്കാനുള്ള, വീട് വെക്കാനുള്ള അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട്. ബിൽഡിംഗ് ഹൗസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ് എവിടെ? അപ്പൊ സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും മുളയിലെ നുള്ളിക്കളഞ്ഞ ഗവൺമെന്റ് 20% DA കുടിശ്ശിക വരുത്തിയ ഗവൺമെന്റ് കേരള ചരിത്രത്തിലില്ല. ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ട കാലം കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ട കാലം കഴിഞ്ഞ് നടപ്പാക്കിയ ഗവൺമെന്റ് സർക്കാരിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് മനസ്സോടെ ലാത്തിയോങ്ങാൻ നിൽക്കുന്ന പോലീസുകാരടക്കം നമ്മളൊക്കെ വീട്ടിൽ നിന്ന് വരുന്നവർ, അവരൊക്കെ കിട്ടാനില്ല 20% DA. നിങ്ങൾക്ക് ലീവ് സറണ്ടർ ഉണ്ടോ? മറ്റ് ആനുകൂല്യങ്ങളുണ്ടോ? എവിടെ? പെൻഷൻകാരുടെ സ്ഥിതി എന്താ? വാട്ടർ അതോറിറ്റിയിൽ അടക്കമുള്ള പെൻഷൻകാരുടെ സ്ഥിതി എന്താണ്? ജീവിതകാലം മുഴുവൻ, ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ സർക്കാരിനെ സേവിച്ച് സർക്കാർ സേവനങ്ങൾ മുഴുകി വീട്ടിൽ വിരമിക്കുന്ന ആളുകളുടെ ലീവ്, അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ എവിടെ? പെൻഷൻകാരുടെ DA എവിടെ? എല്ലാ സ്ഥാപനങ്ങളെയും തറക്കുന്ന ഭരണമില്ലാത്ത, ഗവേണൻസ് ഇല്ലാത്ത ഗവൺമെന്റുമായി പിണറായി വിജയൻ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയല്ലേ? വാട്ടർ അതോറിറ്റി സമരവുമായി നമ്മൾ മുമ്പോട്ട് വരുമ്പോ ജൽജീവൻ മിഷന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കേണ്ട 12,000 കോടി രൂപ കൊടുക്കാൻ ഗവൺമെന്റില്ലേ കൊടുക്കേണ്ട 12,000 കോടി രൂപ? രാജ്യത്തെ, സംസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന്
നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് സർക്കാർ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തുകൾക്ക്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കെല്ലാം ജലവിതരണം ചെയ്യുന്നതിന് പണം ഈടാക്കുന്നു. നമ്മൾ അതിന് വർധനവ് വരുത്തിയ ഗവൺമെന്റ് ആ ജൽജീവൻ മിഷന് കൊടുക്കേണ്ട 12,000 കോടി രൂപ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് കൊടുക്കുന്നതിന് പകരം കേരള വാട്ടർ അതോറിറ്റിയെ ഒരിക്കൽ കൂടി പണയപ്പെടുത്താൻ ഗവൺമെന്റ് മുതിരുന്നു. അരുത് എന്ന് പറയുകയാണ് വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ. ഏറ്റവും ബഹുമാനായ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി, മുൻ DCC പ്രസിഡന്റ്, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ VS ശിവകുമാർ അദ്ദേഹം യോഗത്തിന് എത്തിച്ചേർന്നുണ്ട്. എനിക്കറിയാം അദ്ദേഹവും പ്രതിപക്ഷ നേതാവ് ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി തിരുവനന്തപുരം പ്രസ് ക്ലബിലുണ്ട്. അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ വാട്ടർ അതോറിറ്റി നിശ്ചയം തകർക്കുന്ന നടപടികൾ, ഇവിടെ 7,000 കോടി രൂപ പഞ്ചായത്തുകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴി നമുക്ക് ലഭിക്കേണ്ട പണം എവിടെ? ഇത് തരണ്ടേ? ഇത് അനുവദിക്കണ്ടേ? അപ്പൊ വാട്ടർ അതോറിറ്റിയെ തകർക്കാനുള്ള നീക്കത്തിനെതിരായി അത്യുജ്വലമായ സമരം നടത്തുന്ന വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന് INTUCയുടെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ഈ സമരത്തിൽ നിങ്ങൾ മാത്രമല്ല, ഈ സമരത്തിൽ കേരളത്തിന്റെ ജനത നിങ്ങളോടൊപ്പമുണ്ട്. ഇതര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നിങ്ങളോടൊപ്പമുണ്ട്. സർവീസ് സംഘടനകൾ നിങ്ങളോടൊപ്പമുണ്ട്. ട്രേഡ് യൂണിയനുകൾ നിങ്ങളോടൊപ്പമുണ്ട്. INTUCയുടെ എല്ലാവിധമായ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് അത്യുജ്വലമായ വാട്ടർ അതോറിറ്റി ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികവും ജാജ്വല്യമാനവുമായ സമരത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട നേതാവ് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ശിവചേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUCയുടെ ആഭിമുഖ്യത്തിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക, പെൻഷൻകാരെയും ജീവനക്കാരെയും യഥാർത്ഥത്തിൽ ആത്മഹത്യയിൽ നിന്നും അവരെ ഒഴിവാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ഈ കാര്യങ്ങൾ ഗവൺമെന്റും മാനേജ്മെന്റും കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു ഉപരോധ സമരം നിവൃത്തിയില്ലാതെ INTUC ഇവിടെ സംഘടിപ്പിച്ചത് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രതാപൻ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം സംസാരിക്കും. എനിക്ക് 10 മണിക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നിർത്തിയ കാര്യങ്ങൾ കൂടുതലായി അദ്ദേഹം വിശദീകരിക്കും വീണ്ടും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വാട്ടർ അതോറിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഈ ഗവൺമെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിനെ, ഈ വാട്ടർ അതോറിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ജീവനക്കാർ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ അവർക്ക് കൃത്യമായ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും നൽകണ്ടേ? സർക്കാർ തലത്തിലായിരുന്നാലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിരുന്നാലും. അതുപോലെ തന്നെ പെൻഷൻകാർ എത്ര ദിവസമാണ് ഇവിടെ സമരം നടത്തി? ഞാനും 2-3 ദിവസം ഇവിടെ വന്നു. 6 മാസം നടന്നു. അത്രയും ദിവസം നടന്നു. 108 ദിവസം സമരം നടത്തി. പെൻഷൻ പറ്റി വീട്ടിലിരുന്ന് പിന്നെ അസുഖം ബാധിച്ച് വീട്ടിലിരിക്കേണ്ട ആളുകൾ ഇവിടെ വന്ന് ഈ വലിയ ഉപരോധ സമരം അടക്കമുള്ള സമരങ്ങൾ ചെയ്യേണ്ടുന്ന ഗതികേട് വന്നിരിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നമ്മളിത് താരതമ്യം ചെയ്യണം. UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ വാട്ടർ അതോറിറ്റിയിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ UDF ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് സർക്കാർ മേഖലയിലെയും പൊതുമേഖലയിലെയും ജീവനക്കാർക്കാണ്. അവർക്ക് സംതൃപ്തമായിട്ടുള്ള തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുണ്ട് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഇതിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ അവസാനം പെൻഷൻ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും അതിന് ഒരു 719 കോടി രൂപ അനുവദിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കുക, ആ 719 കോടി രൂപ അനുവദിച്ചത് അത്
വീണ്ടും ട്രഷറിയിലേക്ക് മാറ്റി സംസ്ഥാന ഗവൺമെന്റിന്റെ ദൂർത്തിനും കൊള്ളയ്ക്കും വേണ്ടി അത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യം. ഇവിടെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളത് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുന്ന എന്തിനാണ്? കുട്ടികളുടെ പഠനത്തിന് ആവശ്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാ. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ബിജുവായി സംസാരിച്ചു. എത്ര മാസം കാത്തിരിക്കണം? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ തുക എടുത്ത് നമുക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിരിഞ്ഞു കിട്ടേണ്ടുന്ന തുക വലിയ വലിയ ചർച്ചകൾ നടത്തി 719 കോടി രൂപയായി ഫിക്സ് ചെയ്ത്, ആ ഫിക്സ് ചെയ്ത തുക ലഭ്യമാകുമെന്നുള്ള സന്തോഷത്തിൽ എത്രയോ കാലത്തെ ആനുകൂല്യങ്ങൾ പെൻഷൻകാരുടെ, ജീവനക്കാരുടെ ആനുകൂല്യം കിട്ടുമെന്നിരുന്നപ്പോൾ അവസാനം ബാലഗോപാലൻ അത് പിൻവലിച്ചോണ്ട് പോയി. എന്തൊരു ദുര്യോഗമാണ്, എന്തൊരു ക്രൂരതയാണ് തൊഴിലാളികളോട് കാണിക്കുന്നത്, പെൻഷൻകാരോട് കാണിക്കുന്നത്. അടിയന്തരമായി ആ തുക അനുവദിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നോൺ പ്ലാൻ ഫണ്ടിനത്തിൽ എത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? 350 കോടി പ്രതിവർഷം 354 കോടി രൂപയാണ് അനുവദിച്ചുകൊണ്ടിരുന്നത്. 354 കോടി രൂപ അനുവദിച്ചത് കൊണ്ടത് ഇപ്പൊ 2011, 2021, 22 കാലഘട്ടം മുതൽ ഈ നോൺ പ്ലാൻ ഫണ്ട് ഉണ്ടെങ്കിലല്ലേ ഇവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും, ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും. ആ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ വർഷം 354 കോടി രൂപ കൊടുക്കുന്നതിന് പകരം 150 രൂപ കൊടുത്തു, 66 കോടി കൊടുത്തു, 190 കോടി കൊടുത്തു. എങ്ങനെ ശമ്പളം കൊടുക്കും? എങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കും? അപ്പോൾ 699 കോടി രൂപയാണ് ആ നോൺ പ്ലാൻ ഫണ്ടിനത്തിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചങ്കൂറ്റത്തോടു കൂടി നിന്നുകൊണ്ട് ക്യാബിനറ്റിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് ജീവനക്കാർക്ക് വേണ്ടി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മന്ത്രി ഈ സ്ഥാനം വലിച്ചെറിഞ്ഞ് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. രാജിവെച്ച് പുറത്തു പോകണം. മുഖ്യമന്ത്രിയോട് സംസാരിക്കണം, ധനകാര്യമന്ത്രിയോട് സംസാരിക്കണം. ഞങ്ങളൊക്കെ ഈ കാലാകാലങ്ങളിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെ പിണറായി വിജയനെ കാണുമ്പോൾ കവാത്ത് മറന്ന് ജീവനക്കാരെ വഞ്ചിക്കുന്ന നിലപാട് മന്ത്രി എടുക്കരുത് എന്നാണ് എനിക്ക് ഈ മന്ത്രിയോട് പറയാനുള്ളത്. ഇന്നലെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് പറഞ്ഞത്. INTUC-യുടെ സമരം കണ്ട് ഭയന്ന് ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സമരം പിൻവലിക്കണം, അതിനാരെയും ഔദാര്യം ആവശ്യമില്ലല്ലോ. ഈ ആശാവർക്കർമാരുടെ സമരത്തിന് വീണ ജോർജ് സമരം നടത്തിയപ്പോൾ ആ വിളിച്ചു പറഞ്ഞതുപോലെ ആ ആശാവർക്കർമാർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവര് ചർച്ചയ്ക്ക് പോയപ്പോ മന്ത്രി പറഞ്ഞ എന്താണ്? നിങ്ങൾ സമരം പിൻവലിക്കണം. അത് പറയാനൊരു മന്ത്രിയോ ഒരു ഗവൺമെന്റോ ആവശ്യമുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? 12,000 കോടി രൂപ ഈ വാട്ടർ അതോറിറ്റിയെ പണയം വെച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുമായി ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. എന്ത് വില കൊടുത്തും ഇത് ഈ സ്ഥാപനത്തെ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ സമരമായി INTUC കോൺഗ്രസ് മുന്നോട്ട് പോകും, UDF മുന്നോട്ട് പോകും. എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാകും. ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്തൊരു ഗവൺമെന്റ്, ആനുകൂല്യങ്ങൾ കൊടുക്കാത്തൊരു ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ വേണ്ടി ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ. പ്രധാനമറിയാം, INTUC-യുടെ ഞങ്ങൾ TDF ആണ്. അവിടെ ഇത് തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്. അതിനേക്കാൾ ഗതികേടായി ഇത് വന്നിരിക്കുക. ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ ഉണ്ടാകണം. KSRTC-യിൽ ഈ ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണ് 1 മാസം ശമ്പളം കൊടുത്തോ, ശമ്പളം കൊടുത്തത്. 9 വർഷമായി 1-ാം തീയതി ശമ്പളം കൊടുക്കില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാടാണ് തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ ഭരിക്കുന്നത്, അല്ലേ? ശമ്പളം കൊടുക്കില്ല. ഞാന് പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു 13 മാസം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇരുന്നു, ആര്യാർ മുഹമ്മദ് ഇരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 60 മാസവും 1-ാം തീയതി അല്ലെങ്കിൽ 1 മാസത്തിന്റെ അവസാന വർക്കിംഗ് ഡേയിൽ ശമ്പളവും പെൻഷനും കൊടുത്തിരുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിരുന്നു. അതാണ് UDF-ന്റെ ഗവൺമെന്റ്. ഇവിടെ എന്താണ്? ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് പോകുന്നു എങ്കിൽ ഈ സ്ഥാപനം യാതൊരു സംശയവും വേണ്ട അടച്ചുപൂട്ടേണ്ടി വരും. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥായി ബിൽഡിംഗ് ഞാൻ പിന്നെ മന്ത്രിയായിരുന്ന സമയത്താണ് നമ്മൾ തറക്കല്ലിട്ടത്.
ഈ ബിൽഡിംഗ് പൂർത്തീകരിച്ച് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇതിന്റെ പുറത്ത് ബോർഡ് വയ്ക്കേണ്ടി വരും. ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇങ്ങനെ ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ സ്ഥാപനങ്ങൾ, അത് KSRTC ആയിരുന്നാലും വാട്ടർ അതോറിറ്റി ആയിരുന്നാലും ഇലക്ട്രിസിറ്റി ബോർഡ് ആയിരുന്നാലും ഗവൺമെന്റ് ആ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കച്ചവടമല്ല ഇത് നടത്തേണ്ടത്. ഇത് ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി, ഒരു പൊതുമേഖലാ സ്ഥാപനം അതിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. 719 കോടി രൂപ വാട്ടർ അതോറിറ്റിയുള്ള കുടിശ്ശികയാണ്, അത് നൽകാൻ തയ്യാറാകണം. ഈ നോൺ പ്ലാൻ ഫണ്ടിനത്തിലുള്ള 700 കോടി രൂപ നൽകണം. ഇവിടെ പാവപ്പെട്ട പെൻഷൻകാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകുവാൻ, PF അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുവാനും ഗവൺമെന്റ് മുന്നോട്ട് വരണം. കഴിവില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിക്കണം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കൂട്ടലിന്റെ വക്കത്താണ്. ദൂർത്താണ് ഗവൺമെന്റ് നടത്തുന്നത്. നിങ്ങൾക്ക് കാശ് തരുന്നതിന് പകരം 150 കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്ത് 4ാം വാർഷികം ആഘോഷിച്ചത്, അല്ലേ? 4ാം വാർഷികം ആഘോഷിച്ചത്. ഓരോ മേഖലയിൽ കോടികളാണ്. പിണറായി വിജയന്റെ പണം വയ്ക്കാൻ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 25 കോടി രൂപ ഫ്ലക്സ് വയ്ക്കാൻ, അതുപോലെ തന്നെ പന്തല് കെട്ടാൻ 40 കോടി രൂപ, റീലെടുക്കാൻ മറ്റേ വരുമോന് റീലെടുക്കാൻ അതുപോലെ തന്നെ. ഇതൊക്കെ പാവപ്പെട്ടവന്റെ കാശാണെന്ന് മനസ്സിലാക്കണം. ദൂർത്തടിക്കാതെ അർഹതപ്പെട്ട മേഖലകളിൽ നാടിന്റെ പ്രയോജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകിയില്ല എങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന്റെയും UDFന്റെയും എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും എന്നുകൂടെ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ VS പ്രകാശ് സാർ തുടർന്ന് ജീവനക്കാരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങള് അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും തടയാമെന്നും അറസ്റ്റിനോട് നിർവീര്യമാക്കാമെന്നുള്ള ധാരണ പോലീസിനും പാടില്ല. ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ജീവനക്കാരുടെ പക്ഷത്തിൽ നിലപാടുകളാണ് പോലീസും സ്വീകരിക്കുന്നത്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള അത്യചിലവും ചരിത്രപരമായ ഒരു സമരത്തിലാണ് പോകുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമരം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ശ്രീ VS പ്രകാശ് സാർ തുടർന്ന് ജീവനക്കാരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങള് അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും തടയാമെന്നും അറസ്റ്റിനോട് നിർവീര്യമാക്കാമെന്നുള്ള ധാരണ പോലീസിനും പാടില്ല. ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ജീവനക്കാരുടെ പക്ഷത്തിൽ നിലപാടുകളാണ് പോലീസും സ്വീകരിക്കുന്നത്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള അത്യചിലവും ചരിത്രപരമായ ഒരു സമരത്തിലാണ് പോകുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമരം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള സമരമാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും അനുവദിക്കണമെന്നുള്ള നിരന്തരമായ അഭ്യർത്ഥനകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭ സമരവുമായി കടന്നു വരുന്നത്. അറസ്റ്റുകളിലാക്കി സമരം പൂർണ്ണ സമയം സമരം നടത്താനുള്ള അവസരമൊരുക്കണമെന്നാണ് പോലീസിന്റെ ഞങ്ങൾക്ക് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ കേരളത്തിലെ സമരം
പോരാട്ടം
വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരേവർക്കും നന്ദി, നമസ്കാരം.